മകൻ ഋതപ്പന്റെ അവകാശം തട്ടിയെടുക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി എത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ താരം രേണുസുതി. താൻ മരിക്കുമെന്ന് വിധിയെഴുതിയ കുറച്ചുപേരാണ് ആ നീക്കത്തിനു പിന്നിലെന്നും തനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഋതപ്പന്റെ പൂർണ്ണ അവകാശം തന്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കും മാത്രമായിരിക്കുമെന്നും രേണു പറയുന്നു. എന്നാൽ രേണുവിന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ ചുട്ട മറുപടി കൊടുത്തുകൊണ്ടെത്തിയിരിക്കുകയാണ് കിച്ചുസുതി. ആദ്യം നമുക്ക് രേണു പറഞ്ഞതിലേക്ക് പോകാം. രേണു പറയുന്നതിങ്ങനെ: നിങ്ങളെല്ലാവരും കരുതുന്നതുപോലെ സാധാരണ ക്യാൻസറല്ല എനിക്ക്, കുറച്ച് പ്രശ്നമാണ്. വീട്ടുകാർക്കും അതറിയാം. പീക്ലൈന് ഹൃദയത്തിലാണ് കിടക്കുന്നത്. ഇത്രയും വലിയൊരു മാരക അസുഖത്തെ വെച്ച് ആരും കള്ളം പറയില്ല. ഞാനൊരു നീക്കം അറിഞ്ഞു. ആരാണ് എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്റെ ഋതപ്പനെ എന്നിൽ നിന്നും തട്ടിയെടുക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞു. അവന്റെ അമ്മ ഞാനാണ്. എനിക്ക് ആകെയുള്ളത് അവനാണ്. അവനെ എന്നിൽ നിന്നും അകറ്റാൻ നോക്കിയത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ വേഗം മരിക്കുമെന്ന് വിധി എഴുതുന്ന കുറച്ചു പേര് എനിക്ക് ചുറ്റുമുണ്ട്. അവരുമായി കൂടിച്ചേർന്നാണ് നീക്കങ്ങൾ. എന്നെ അത് വളരെയധികം വിഷമിപ്പിച്ചു. ഞാൻ കരയില്ല. ഞാൻ ഉടനെ മരിക്കും. അച്ഛന് നേരത്തെ തന്നെ മരിച്ചുപോയി. അവകാശം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ചിലർ വന്നിരിക്കുന്നു. എനിക്ക് ആകെയുള്ളത് കുഞ്ഞാണ്. അവനെ കൂടി അകറ്റിയാൽ പിന്നെ ഞാനില്ല. എത്രത്തോളം വിഷമിപ്പിച്ചാണ് ഈ വീഡിയോ എടുക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. ഇനി എനിക്ക് മുന്നോട്ട് 5 കീമോ ഉണ്ട്, സർജറിയുമുണ്ട്. ഓരോ കീമോയ്ക്കും 2 ലക്ഷത്തിന്റെ മരുന്നെടുക്കണം. എങ്കിലേ രക്ഷപ്പെടാൻ പറ്റൂ. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. എനിക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്റെ ആകെയുള്ള വരുമാന മാർഗം യൂട്യൂബ് ചാനലാണ്. ഈ പൈസ ഒക്കെ എങ്ങനെയുണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. അതിനുവേണ്ടിയാണ് യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവരും എന്നെ പിന്തുണയ്ക്കണം. അടുത്ത കീമോ കഴിഞ്ഞാൽ എന്താണ് അവസ്ഥയെന്ന് എനിക്കറിയില്ല. ഒരാഴ്ചത്തേക്ക് ഡൗൺ ആയിരിക്കും. പക്ഷേ അവിടെ നിന്ന് ഞാൻ തിരിച്ചുവരും. ഒരുപാട് വേദനകൾ സഹിച്ചു. ഇത്തവണത്തെ കീമോയിൽ നിങ്ങളുടെ പ്രാർത്ഥനയും വഴിപാടുകളും ഉണ്ടാകണം. ഈയുള്ളവൾ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ചുപേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവള് ക്യാൻസർ രോഗിയല്ലേ, എങ്ങനെയെങ്കിലും സന്തോഷിക്കട്ടെ എന്നല്ല പറയുന്നത്. പകരം അവള് എന്താ മരിക്കാത്തതെന്നാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ. അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. ആർക്കു വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഞാനിതിൽ നിന്നും കയറി വന്നാല് എന്റെ കർത്താവിനെ രക്ഷിച്ചെടുത്തുവെന്ന് ഞാൻ പറയും. മിഷണറിയായിട്ട് പോകാൻ പറ്റിയാലും ഞാൻ കർത്താവിനോട് നന്ദി തന്നെ പറയും. എന്നാൽ ഇപ്പോൾ രേണുവിന്റെ ഈ പ്രസ്താവനക്കെതിരെ കിച്ചു ആദ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ക്യാൻസർ വന്നതിനു ശേഷം സാധാരണയായി അമ്മ പറയാറുള്ളതിന് തലയാട്ടി സമ്മതിക്കാറുണ്ടായിരുന്ന കിച്ചു ഇപ്പോൾ ആദ്യമായിട്ടാണ് അമ്മയെ എതിർത്ത് സംസാരിക്കുന്നത്. ഞാൻ ഋതപ്പന്റെ ചേട്ടനില്ലേയെന്നും എനിക്ക് അവന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലേയെന്നുമാണ് കിച്ചു ചോദിക്കുന്നത്. അമ്മ പോയാൽ അവന് ഞാൻ കൂട്ടുണ്ടായിരിക്കും. അമ്മയെ കഴിഞ്ഞാൽ പിന്നെ അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെയാണെന്നും അതുകൊണ്ടുതന്നെ അവനെ നോക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റവും കൂടുതലുള്ളത് തനിക്കാണെന്നും കിച്ചു കൂട്ടിച്ചേർത്തു. അപ്പൊ ഫ്രണ്ട്സ്, കിച്ചു പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അങ്ങനെയുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഗുഡ് ബൈ.